കൊന്നപ്പൂ. കുറൂർ ഉണ്ണിയുടെ സ്വർണമാല. കുറൂരമ്മയ്ക്ക് 90 വയസ്സായിരിക്കുന്നു. എഴുന്നേറ്റ് നടക്കാൻ നന്നേ വിഷമം. ഒരു ദിവസം 7 വയസ്സുള്ള ഒരു ബാലൻ അവിടെ കയറി വന്നു. അമ്മ അവനെ ഉണ്ണിയെന്നും ഉണ്ണി കുറൂരമ്മയെ അമ്മൂമ്മ എന്നും വിളിച്ചു. ഇല്ലത്തെ എല്ലാ ജോലികളും ചെയ്യുവാൻ ഉണ്ണി അമ്മൂമ്മയെ സഹായിച്ചു. മുറ്റം തൂത്തുവാരി വൃത്തിയാക്കുന്നതിനും പാത്രം കഴുകാനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും മറ്റും കുറൂരമ്മയ്ക്ക് ഉണ്ണിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കുറൂരമ്മ ഉണ്ണി അവരുടെ മനസ്സറിഞ്ഞും എല്ലാം പ്രവർത്തിച്ചു. ഒരു ദിവസം അമ്മൂമ്മ നേരത്തെ എഴുന്നേറ്റത് കണ്ട് ഉണ്ണി ചോദിച്ചു, എന്താ അമ്മൂമ്മേ, ഇന്ന് വളരെ നേരത്തെയാണല്ലോ എഴുന്നേറ്റത്, എന്താ പ്രത്യേകത? ഉണ്ണി, ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. രാത്രിക്കും പകലിനും ഒരേ നീളമുള്ള ദിവസം. ഇതിനെ വിഷു എന്ന് പറയും. മലയാളികളുടെ വിഷുവാണ് ഇന്ന്. വിഷുവിന് എന്തൊക്കെയാണ് വേണ്ടത് അമ്മൂമ്മേ? ഉണ്ണി ചോദിച്ചു. അമ്മൂമ്മ വിശദീകരിച്ചു. വീട്ടിൽ വിഷുക്കണി ഒരുക്കണം. പുലരും മുമ്പ് വെള്ളിത്തളികയിൽ ഉണക്കലരി വിരിച്ച് ഒരു പഴുത്ത വെള്ളരിക്ക വെക്കണം. വെള്ളരിക്കയെ പൂക്കൾ കൊണ്ട് സ്വർണമാല കൊണ്ടും അണിയിക്കണം. നിലവിളക്ക് കൊളുത്തി വെക്കണം. തേങ്ങ ഉടച്ച് 2 മുറിയാക്കി തളികയ്ക്ക് 2 ഭാഗത്തുമായി വെക്കണം. ഒക്കെ നമുക്കൊരുക്കാമല്ലോ. പക്ഷേ കണിവെള്ളരിക്കയെ അണിയിക്കാൻ ഒരു അമ്മൂമ്മ തൊണ്ടയിടറി നിർത്തി. എന്താ അമ്മൂമ്മേ? അവൻ ഉത്കണ്ഠയോട് ചോദിച്ചു. അമ്മൂമ്മ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, കണിവെള്ളരിക്കയിൽ ഒരു സ്വർണമാല അണിയിക്കണം. എന്താ ചെയ്യാ ഉണ്ണി? മാല പോയിട്ട് ഒരു തരി സ്വർണം ഈ ഇല്ലത്തില്ലല്ലോ ഉണ്ണി. സാരമില്ല അമ്മൂമ്മേ, പിന്നെ എന്തൊക്കെയാ ചെയ്യേണ്ടേ? അമ്മൂമ്മ തുടർന്നു. രാവിലെ ഗുരുവായൂരപ്പനെ കണി കാണണം. കൃഷ്ണന് എന്തെങ്കിലും വിലപ്പെട്ട കൈനീട്ടം, വിഷുക്കൈനീട്ടം കൊടുക്കണം. സ്വർണമോ പഴമോ പഴക്കുലയോ ആണ് വേണ്ടത്. നമ്മൾ എന്താ കൊടുക്കേണ്ടത്? അമ്മൂമ്മ പറയൂ. നമ്മുടേല് ഒന്നുമില്ലല്ലോ ഉണ്ണി. അമ്മൂമ്മയുടെ കണ്ണു നിറഞ്ഞു. അമ്മൂമ്മേ, പൊന്നു വെക്കേണ്ടിടത്ത് പൂ വെക്കുക എന്ന് അവിടുന്ന് തന്നെയല്ലേ പറഞ്ഞത്? നമുക്കൊരു പൂമാലയുണ്ടാക്കി ഭഗവാന്റെ കഴുത്തിൽ അണിയിക്കാം, ഉണ്ണി പറഞ്ഞു. അമ്മൂമ്മയ്ക്ക് സന്തോഷമായി. പടിക്കൽ നിറയെ പൂത്തു നിൽക്കുന്ന ഇലഞ്ഞി ചുവട്ടിൽ അവരെത്തി. ഇലഞ്ഞിപ്പൂക്കൾ തുരുതുരാ കൊഴിഞ്ഞു വീഴുന്നു. 2 പേരും കൂടി പൂക്കൾ പെറുക്കി നല്ലൊരു പൂമാല കൊരുത്തുണ്ടാക്കി. പുലരും മുമ്പ് അവർ ക്ഷേത്രത്തിലെത്തി. ഉണ്ണി കുറൂരമ്മയുടെ കൈപിടിച്ച് ക്ഷേത്രനടയിൽ നിന്നു. പലരും സ്വർണമാലകൾ കാണിക്കയായി കൃഷ്ണവിഗ്രഹത്തിൽ അണിയിക്കുന്നു. ഉണ്ണിയും അമ്മൂമ്മയും കൂടി പൂമാല വിഗ്രഹത്തിൽ ചാർത്തി. സ്വർണമാലകൾക്കിടയിൽ ഒരു പൂമാല. ഉണ്ണിക്കും അമ്മൂമ്മയ്ക്കും സന്തോഷമായി. അമ്പലത്തിലെത്തിയ മേൽശാന്തിക്ക് സ്വർണമാലകൾക്കിടയിലെ പൂമാല ഇഷ്ടപ്പെട്ടില്ല. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു, ഛേ, ആരേ ഈ അഭംഗി ചെയ്തത്? ശുണ്ടിയോടെ ശാന്തിക്കാരൻ മാല പറിച്ചെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പൂക്കൾ ചിന്നിച്ചിതറി ക്ഷേത്രമുറ്റത്തും തൊടിയിലും അവിടെ നിന്നിരുന്ന മരങ്ങളിലും പൂക്കൾ ചിന്നിച്ചിതറി. ആ പൂക്കളെല്ലാം സ്വർണ്ണ നിറത്തിൽ. ഏതാനും മരങ്ങളിൽ അവ സ്വർണമണികളായ സ്വർണ പൂക്കുലയായി ആ മരങ്ങളിൽ തൂങ്ങിയാടി. ജനങ്ങൾ ആ കൊന്ന പൂക്കൾ പറിച്ചെടുത്ത് ഗുരുവായൂരപ്പന് കണിയൊരുക്കി. ഉണ്ണിയുടെ കഴുത്തിൽ ആ പൂങ്കുലകൾ. കുറൂരമ്മ അത്ഭുതപ്പെട്ടു. ഉണ്ണി ആരാ? ഉണ്ണിയുടെ രൂപം മാറി. നീല നിറമായി. തലയിൽ മയിൽപ്പീലി ചാർത്തിയ മുടിക്കെട്ട്, കയ്യിലൊരു ഓടക്കുഴൽ. അദ്ദേഹം അമ്മൂമ്മയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. കൃഷ്ണ കൃഷ്ണ, അമ്മൂമ്മ കൈകൂപ്പി വിളിച്ചു. ഭഗവാന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. കുസൃതിച്ചിരി.